ഹലോ ഗായ്സ്, വെൽക്കം ടു അൻസസ് വ്യൂസ്. ഇന്ന് നമ്മളിവിടെ റിയൽമി നാർസോ 20 എന്നുള്ള ഫോണിൻ്റെ ഫുൾ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഇതിൻ്റെ ഞാൻ മനസ്സിലാക്കിയ മെച്ചങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. പിന്നെ അതിനുശേഷം ഇതിൻ്റെ പോരായ്മകളെക്കുറിച്ച് ചർച്ച ചെയ്യും. പിന്നെ ജനറലായിട്ട് നമുക്ക് അറിയാൻ കാര്യങ്ങളിലെ പ്രോസിലും കോൺസിലും ഉൾപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ്. കൂടുതലൊന്നും പറയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒന്നാമത്തെ ഇതിൻ്റെ പ്രോസായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ബാറ്ററി ലൈഫാണ്. കിടിലം ബാറ്ററി ലൈഫാണ്, 6000 mAh ബാറ്ററി ലൈഫ്. അതുപോലെ തന്നെ ഇതിൻ്റെ G85 എന്നുള്ള മീഡിയാടെക്കിൻ്റെ ആ ഒരു പ്രൊസറും നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊസറാണ്. അതൊക്കെ കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി ലൈഫ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതായത് ഈ ബാറ്ററി ലൈഫ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നോർമൽ യൂസറൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ടെസ്റ്റ് ചെയ്ത് സിംഗിൾ സിം ഇട്ടിട്ടൊക്കെയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ബാറ്ററി ലൈഫിൻ്റെ ഏകദേശം ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് റിയൽ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഞാനിപ്പോൾ സിംഗിൾ സിമ്മൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ വൈഫൈ വെച്ച് കണക്ട് ചെയ്തിട്ടൊക്കെയാണ് നെറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ റിയൽ ലൈഫിൽ നമ്മൾ ഡുവൽ സിം ഉപയോഗിക്കുന്നു, ഫുൾ ടൈം ഡാറ്റ അല്ലെങ്കിൽ സെല്ലുലാർ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുന്നു. ഇങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കുറച്ചുകൂടി ബാറ്ററി ലൈഫ് കുറയും. എന്തായിരുന്നാലും ഒരു 8 hours മുകളിൽ 10 hours ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് സ്ക്രീൻ ഓൺ ടൈം കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു നോർമൽ യൂസറാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2 days ബാറ്ററി ലൈഫ് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ഹെവി യൂസർ ആണെങ്കിലും ഒരു ദിവസം നമുക്ക് കിട്ടും. ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിലെ ബാറ്ററി ലൈഫ് തീർത്തിട്ട് ഇതിൻ്റെ ചാർജിങ്ങിലാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്ത് തീർക്കണ്ടേ, അതിൽ മാത്രമാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല കിടിലം ബാറ്ററി ലൈഫുള്ളൊരു ഫോണാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഒരു പ്രോസായിട്ട് നമുക്ക് പറയാൻ പറ്റുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ് ആണ്. പെർഫോമൻസ് മീഡിയാടെക്കിൻ്റെ G80 എന്നുള്ള പ്രൊസസ്സർ നല്ലൊരു കിടിലം പ്രൊസസ്സറാണ്. ഇതിൽ ഒക്ടോ കോർ പ്രൊസസ്സറാണ്. ഇതിൽ കോർട്ടെക്സ് A75 ബേസ്ഡ് ആയിട്ടുള്ള കോറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ GPU ഗ്രാഫിക്സും വളരെ നല്ല രീതിയിൽ പെർഫോമൻസ് തരുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ഓവറോൾ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ റിയൽമി C11 എന്നുള്ള ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് യൂസർ ഇൻ്റർഫേസിൽ എവിടെയൊക്കെ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. അതിൽ മീഡിയാടെക്കിൻ്റെ G35 എന്നുള്ള പ്രൊസസ്സറാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു യൂസർ ഇൻ്റർഫേസിൽ എവിടെയും ലാഗോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പോക്കോ M2 എന്നുള്ള ഫോണിൻ്റെ അതിൽ മീഡിയാടെക്കിൻ്റെ G80 എന്നുള്ള പ്രൊസസ്സറാണ് വരുന്നത്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരു പെർഫോമൻസ് കമ്പാരിസൺ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ആ ഒരു G80 പ്രൊസസ്സർ ഉപയോഗിക്കുന്ന പോക്കോ M2 ആയിരുന്നു ബെറ്ററായിട്ട് പെർഫോം ചെയ്തിരുന്നത്. എന്തുകൊണ്ടോ അറിയില്ല, കുറച്ചൊരു ഒപ്റ്റിമൈസേഷൻ്റെ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. അത് തീർച്ചയായിട്ടും നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ ഡേ ടു ഡേ ടാസ്കുകളും അതുപോലെ തന്നെ അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നല്ല രീതിയിൽ ഗെയിമൊക്കെ കളിക്കാൻ പറ്റിയ ഒരു ഫോൺ തന്നെയാണ്. അപ്പോൾ ഈ കോൾ ഓഫ് ഡ്യൂട്ടി ഗെയിം കളിച്ചപ്പോൾ ഏകദേശം അതിൽ മീഡിയം ഗ്രാഫിക്സ് വരാണ് നമുക്ക് മാക്സിമം കളിക്കാൻ പറ്റുക. അതുപോലെ തന്നെ ഹൈ ഫ്രെയിം റേറ്റിലാണ് നമുക്ക് കളിക്കാൻ പറ്റുക. ഈ ഒരു രീതിയിൽ നമ്മൾ കളിക്കുകയാണെങ്കിൽ ഏകദേശം ബാറ്റിൽ റോയലെ ആ ഒരു ടൈപ്പ് ഗെയിമിൽ നമുക്ക് ഒരു 40 frames/second കിട്ടും. വല്ലപ്പോഴും ഒക്കെ 30, 25 ആ റേഞ്ചിലൊക്കെ നല്ല രീതിയിൽ മൂവിങ് ഒക്കെ വരുന്നുണ്ട്. ചെറുതായിട്ടൊരു ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, എന്നാലും നല്ല യൂസബിൾ തന്നെയാണ്. അതായത് നമുക്കൊരു കളിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരിക്കലും അങ്ങനെ ഫീൽ ചെയ്യില്ല, നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പെസ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഹൈ ഗ്രാഫിക്സിൽ 30 frames/second നമുക്ക് അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും. ആ ഒരു 30 കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. 60 frames/second നമ്മൾ മാറ്റിയാലും ഏകദേശം 40 frames/second ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് frame/second കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം നമ്മൾ നോർമലായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു മീഡിയം ഗ്രാഫിക്സിൽ നമുക്കൊരു 40 frames/second ഗെയിം കളിക്കാൻ പറ്റിയ ഒരു ഫോണാണ്. അപ്പോൾ ഈ ബാറ്ററി ലൈഫ് പ്ലസ് ഗെയിമിങ് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ അതും ഞാൻ ടെസ്റ്റ് ചെയ്തു. ഏകദേശം 30-35 മിനിറ്റ് ഗെയിം കളിച്ചു. അതിൽ ഏകദേശം 25 മിനിറ്റോളം കോൾ ഓഫ് ഡ്യൂട്ടി ബാറ്റിൽ റോയലെ മോഡിൽ കളിച്ചു. അതുപോലെ തന്നെ ബാക്കി 10 മിനിറ്റ് PES 2020 കളിച്ചു. അപ്പോൾ ഇത് കളിച്ചപ്പോൾ ഏകദേശം 6% ബാറ്ററി കുറഞ്ഞത്. അപ്പോൾ നമ്മൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ ഹെവി ഗെയിം കളിക്കുകയാണെങ്കിലും നമുക്കൊരു 8 hours മുകളിൽ സ്ക്രീൻ ഓൺ ടൈം തീർച്ചയായിട്ടും കിട്ടും. വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ബാറ്ററി ലൈഫ് അതേപോലെ തന്നെ ഗെയിമിംഗ് നമ്മൾ ചർച്ച ചെയ്തു. ഇതാണ് ഇതിൻ്റെ 2 മെയിൻ ആയിട്ടുള്ള പ്രോസ്. ഓക്കെ, ഇനി ഇതിൻ്റെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ക്യാമറയാണ് ഇതിന് വന്നിട്ടുള്ളത് എന്നാണ്. അതായത് മെയിൻ ക്യാമറ ബാക്കിലെ 48 MP ക്യാമറ, അതുപോലെ തന്നെ ഫ്രണ്ടിലെ 8 MP ക്യാമറ. ഈ 2 ക്യാമറയും ഈ ഒരു ഫോണുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന
പ്രധാനമായിട്ട് റെഡ്മി 9 പ്രൈം അതേപോലെ തന്നെ പോക്കോ M2 ഈ ഫോണുകൾ വെച്ച് നമ്മൾ ഓൾറെഡി കമ്പാരിസൺ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കമ്പാരിസണിൽ നമ്മൾ കണ്ടെത്തിയ കാര്യമാണ് മെയിൻ ക്യാമറ, അതായത് ബാക്കിലെ മെയിൻ ക്യാമറ എടുക്കുകയാണെങ്കിലും ഫ്രണ്ടിലെ ക്യാമറ എടുക്കുകയാണെങ്കിലും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് റിയൽമി നാർസോ 20 ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്യാമറ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കിതിൻ്റെ മൂന്നാമത്തെ ഒരു മെച്ചമായിട്ട് പറയാൻ സാധിക്കും. അത് മാത്രമല്ല നമ്മൾ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നമ്മൾ ഓവറോൾ നമ്മൾ ക്യാമറയെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം. മൈക്കിൻ്റെ ക്വാളിറ്റിയും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മൈക്കാണ്. സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്നതൊക്കെ വളരെ നല്ല രീതിയിൽ എടുക്കുന്നുണ്ട് എന്ന് പ്രത്യേകം നമ്മൾ പറയേണ്ടതുണ്ട്. പിന്നെ അടുത്ത നാലാമത്തെ ഒരു മെച്ചാണ് ഇതിൻ്റെ ബിൽ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ബാക്കിലൊക്കെ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ആ രീതിയിലല്ല, പക്ഷേ ആ ഒരു കൺസ്ട്രക്ഷൻ ഇപ്പോൾ ഉള്ള ഈ ഒരു റേഞ്ചുള്ള ഫോണുകളൊക്കെ ഇറങ്ങുന്നത് പ്ലാസ്റ്റിക് ഫോണുകളായിട്ടാണ്. അപ്പോൾ ആ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മുമ്പൊക്കെ പ്ലാസ്റ്റിക് ഫോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നല്ല ഒരു ഗ്ലോസി ഫിനിഷ് കൊടുക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് സ്ക്രാച്ച് ആവും, അങ്ങനത്തെ രീതിയൊക്കെ ആയിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ വിരലിലെ ഫിംഗർ പ്രിൻ്റൊക്കെ അതേപോലെ അതിൽ പതിയും, പൊടിയൊക്കെ ആയാലും പ്രത്യേകം എടുത്ത് കാണിക്കും, ഇങ്ങനത്തെ രീതിയിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇതിൽ ഒരു മാറ്റ് ഫിനിഷാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രാച്ചോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ ഫിംഗർ പ്രിൻറ്റോ അതൊന്നും അതിൽ പതിയുന്നില്ല. അതൊരു നല്ല കാര്യമാണ്. നമുക്ക് ഫോൺ തുടക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഡിസ്പ്ലേയുടെ അതായത് ഫോണിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഡിസ്പ്ലേ വരുന്ന അവിടെ തുടക്കേണ്ടി വരും, അത് സ്വാഭാവികമായിട്ടും. പിന്നെ അത് മാത്രമല്ല ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനാണ് ഇതിന് വരുന്നത്. ഇത് എവിടെ അവർ പറയുന്നില്ല ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ വരുന്നുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ ഇവരായിട്ട് ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തു, റിയൽമി ആയിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞ കാര്യമാണ് ഗൊറില്ല ഗ്ലാസ് 3 ആണ് ഇവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഈ ഒരു റേഞ്ചിലുള്ള ഫോണുകളായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബിൽ ക്വാളിറ്റി ഈ ഫോണിനുണ്ട്. അതും ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് പറയാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഞാൻ കാണുന്ന ഒരു പ്ലസ് പോയിൻറ്റ്, ഇതൊരു മെയിൻ ആയിട്ടുള്ള പ്ലസ് പോയിൻ്റ് ആണ് ഇതിൻ്റെ പ്രൈസിങ്. അതേപോലെ തന്നെ വേരിയൻറ്റ് പ്രൈസിങ് നമ്മൾ 464 വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 10,500 രൂപയാണ് വില വരുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത വേരിയൻറ്റ് 4128 വേരിയൻ്റ് ആണ്. അതാണ് ഈ ഒരു ഫോണിലെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു വേരിയൻ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പലരും മെമ്മറി കാർഡൊന്നും ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് അല്ല. കാരണം ഒന്നാമത് നമ്മൾ മെമ്മറി കാർഡ് ഉപയോഗിക്കുമ്പോൾ അത് അത്യാവശ്യം നല്ല സ്പീഡില്ല എങ്കിൽ അത് ഫോണിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് റിമൂവ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് മെമ്മറി കാർഡ് കംപ്ലൈൻ്റ് ആവുക, ഇങ്ങനത്തെ കേസൊക്കെ ഉള്ളതുകൊണ്ട് ഫോൺ മെമ്മറി തന്നെ ആവശ്യത്തിന് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത് എന്ന് വിചാരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ 4128 വേരിയൻറ്റ് വളരെ ആപ്റ്റാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 11,500 ആണ്. അതായത് നമ്മൾ 464 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വെറും 1000 രൂപയാണ് കൂടുന്നുള്ളൂ. നമ്മൾ റെഡ്മി 9 പ്രൈമിൻ്റെ കേസ് എടുക്കുമ്പോൾ 10,000 രൂപയാണ് അതിൻ്റെ 464, അത് നല്ല പ്രൈസിംഗ് ആണ്. പക്ഷേ അതിൻ്റെ 4128 വേരിയൻറ്റ് വരുമ്പോൾ 12,000 രൂപ വരുന്നുണ്ട്. 2,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസിങ്, പ്രത്യേകിച്ച് ഈ 4128 വേരിയൻറ്റിൻ്റെ പ്രൈസിങ് വളരെ നല്ല രീതിയിലുള്ളൊരു പ്രൈസിങ് ആയിട്ട് തോന്നുന്നുണ്ട്. അതും ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള പ്ലസ് പോയിൻ്റ് ആയിട്ട് ഞാൻ കാണുന്നു. ഇനി അടുത്തായിട്ട് നമുക്കിതിൻ്റെ പോരായ്മകളിലേക്ക് കടക്കാം. ഇതിൻ്റെ ഒന്നാമത്തെ പോരായ്മയായിട്ട് ഞാൻ കാണുന്നത്, നമ്മളിതിൻ്റെ ഒന്നാമത്തെ മെച്ചമായിട്ട് ബാറ്ററി പറഞ്ഞെങ്കിൽ ഇതിൻ്റെ ഒന്നാമത്തെ പോരായ്മ ഇതിൻ്റെ ചാർജിങ് ആണ്. ഇതിനോട് കൂടെ 18 വാട്ട് ഫാസ്റ്റ് ചാർജറൊക്കെ കിട്ടുന്നുണ്ട്. ഞാനത് വെച്ച് ചാർജ് ചെയ്തു. ഫസ്റ്റ് ടൈം ചാർജ് ചെയ്തപ്പോൾ ഏകദേശം 9% ആ റേഞ്ച് മുതലാണ് ഞാൻ ചാർജ് ചെയ്തത്. ഏകദേശം 3.5 മണിക്കൂർ എടുത്തു ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ വിചാരിച്ചത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കാം, എന്തുകൊണ്ടോ ഒരു എഫിഷ്യൻ്റായിട്ട് വരണം എന്നുള്ളത് കൊണ്ടായിരിക്കാം, എന്തോ അറിയില്ല. എന്തായിരുന്നാലും ഞാൻ ഇത് സെക്കൻഡ് ടൈം ടെസ്റ്റ് ചെയ്തു ഇതേ സെയിം 18 വാട്ട് ചാർജർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ചാർജ് ചെയ്തപ്പോൾ ഏകദേശം 20% ആ ഒരു റേഞ്ചിലൊക്കെയാണ് ചാർജ് ചെയ്തത്. എന്നിട്ട് പോലും നമുക്ക് ഏകദേശം ഒരു 3 മണിക്കൂർ ടൈം എടുക്കുന്നുണ്ട്. അത് മാത്രമല്ല 99% വരെ ആയിട്ട് പിന്നെ 100% ഇത് കട്ട് ഓഫ് ആവുന്നത്. അതുവരെ ആകാൻ വേണ്ടിയിട്ട് ഏകദേശം 10 മിനിറ്റ് എടുക്കുന്നുണ്ട്. എന്തുകൊണ്ടോ അറിയില്ല. തീർച്ചയായിട്ടും പോക്കോ M2 ഇതിനേക്കാളും എത്രയോ ബെറ്ററാണ്. അത് ഇതിനേക്കാളും ചെറിയ ബാറ്ററിയാണ്. എന്നിരുന്നാൽ പോലും ഒരു 1000 mAh കൂടുതലാണ് ഇതിൽ വരുന്നത്. എന്നിട്ട് പോലും അതിൻ്റെ ഒരു മാറ്റമല്ല, നമുക്ക് ഒരുപാട് മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു പ്രത്യേകമായിട്ടൊരു പോരായ്മയായിട്ട് പറയേണ്ടതുണ്ട്. പിന്നെ ഇതിലെ രണ്ടാമത്തെ പോരായ്മ എന്ന് പറയുന്നത് ഇതിൽ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്കില്ല എന്നുള്ളതാണ്. നമ്മൾ ഇതേ പ്രൈസ് റേഞ്ചുള്ള റെഡ്മി 9 പ്രൈം അല്ലെങ്കിൽ പോക്കോ M2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്കും ഉണ്ട്. അതുമാത്രമല്ല IR ബ്ലാസ്റ്റർ സെൻസറും ഉണ്ട്. IR ബ്ലാസ്റ്റർ കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് നമുക്ക് ഒരു നോയ്സി ഏരിയയിലൊക്കെ കോൾ ചെയ്യുമ്പോൾ വളരെ ഉപകാരപ്പെടുന്നൊരു സംഗതിയാണ്. അതുപോലെ തന്നെ സ്റ്റീരിയോ എഫക്റ്റോട് കൂടി വീഡിയോ റെക്കോർഡിംഗ് എടുക്കാനൊക്കെ ഉപകാരപ്പെടുന്നൊരു സംഭവമാണ്. അപ്പോൾ മെയിനായിട്ട് കോൾ റെക്കോർഡിങ്ങിൽ അത് വളരെ ഉപകാരപ്പെടും. അപ്പോൾ ആ ഒരു കേസ് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അത് റിയൽമി മുമ്പും ചെയ്യുന്നതാണ്. ഈ ഒരു 10,000 റേഞ്ചിലേക്ക് വരുമ്പോൾ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് എടുത്തു കളയും. ഓക്കെ, അപ്പോൾ അതൊരു രണ്ടാമത്തെ പോരായ്മയായിട്ട് പറയാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ബാക്ക് കവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്.
അതായത് 10500 അതേപോലെ തന്നെ 11500 ഈ ഒരു റേഞ്ചൊക്കെയാണ് ഈ ഒരു ഫോണിന്. അപ്പോൾ തീർച്ചയായിട്ടും മുമ്പൊക്കെ നമുക്ക് ബാക്ക് കവർ കിട്ടുമായിരുന്നു. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ബാക്ക് കവറാണ് റിയൽമി കൊടുക്കാറുള്ളത്. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ബാക്ക് കവർ കൊടുത്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അത് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം നമ്മളൊരു പുതിയ ഫോൺ വാങ്ങി അതിന് നല്ല സൂട്ടാകുന്ന ഒരു ബാക്ക് കവറൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ ഓൺലൈനിൽ നോക്കുമ്പോൾ നമുക്കത് എത്തുമ്പോൾ ഫിറ്റിംഗ് അത്ര കറക്റ്റ് ആവില്ല, അതേപോലെ തന്നെ ഷോപ്പിലൊന്നും ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല. ഇങ്ങനത്തെ കേസിലൊക്കെ അതൊരു പോരായ്മ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബാക്ക് കവർ കൂടെ കൊടുക്കാമായിരുന്നു. അത് കൊടുക്കാത്ത ഒരു പോരായ്മ ആയിട്ട് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. പിന്നെ വേറൊരു പോരായ്മയാണ് ഇതിൽ LED നോട്ടിഫിക്കേഷൻ ലൈറ്റ് ഇല്ല. അതേപോലെ തന്നെ ക്യാമറയുടെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ അതേപോലെ തന്നെ മാക്രോ ക്യാമറ അത്ര ഒരു നല്ലൊരു ക്യാമറ ഒന്നുമല്ല. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇതിൽ വീഡിയോ റെക്കോർഡിങ്ങിൽ നമുക്ക് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ അവൈലബിൾ അല്ല. ഫ്രണ്ട് ക്യാമറ ആയാലും ബാക്ക് ക്യാമറ ആയാലും നമുക്ക് വീഡിയോയിൽ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ അവൈലബിൾ അല്ല. ഏകദേശം മീഡിയ ടെക്കിൻ്റെ G80 എന്നുള്ള പ്രൊസറൊക്കെ വെക്കുമ്പോൾ അതിനനുസരിച്ച് ഒരു കപ്പാസിറ്റി ഒക്കെ ഉള്ള ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്രൊസറാണ്. എന്നിട്ട് പോലും അത് അവർ കൊടുത്തിട്ടില്ല. തീർച്ചയായിട്ടും അത് കൊടുക്കാമായിരുന്നു. അതൊരു പോരായ്മയായിട്ട് പറയാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഫോൺ അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ഫോണാണ്. അതായത് ചെറിയ ഫോൺ നോക്കുന്നവർക്ക് പറ്റിയൊരു ഫോണല്ല. ഏകദേശം 200 ഗ്രാമിന് മുകളിൽ ഭാരം വരുന്നുണ്ട്. പ്രധാനമായിട്ടും ഇതൊരു 6000 mAh ബാറ്ററി വരുന്നുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല ഫോണിൻ്റെ അത്യാവശ്യം കട്ടിയുള്ളൊരു ഫോണൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലും നമുക്കൊരു ചെറിയ ഫോൺ നോക്കുന്നവരെ സംബന്ധിച്ച് ഇതൊരു പോരായ്മയായിട്ട് പറയേണ്ടതുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് പറയേണ്ടത് ഇതിലെ കോൾ റെക്കോർഡിങ്ങിനെ കുറിച്ചാണ്. അതായത് നമുക്ക് മുമ്പൊക്കെ റിയൽമി ഫോണുകളിലൊക്കെ അതേപോലെ തന്നെ മറ്റുള്ള ഫോണുകളിലൊക്കെ നമുക്ക് കണ്ടുവരുന്ന ഒരു മെയിൻ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡിംഗ്. പക്ഷേ റിയൽമി യൂസർ ഇൻ്റർഫേസിൽ ഇപ്പോൾ നമുക്കത് കാണാൻ സാധിക്കില്ല. അത് നമ്മൾ കോൾ റെക്കോർഡിങ് ചെയ്യുമ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ഒരു സെക്യൂരിറ്റി പ്രശ്നമാണ് എന്നുള്ള രീതിയിലുള്ള കാര്യം വന്നിട്ട് നമുക്കൊരു നോട്ടിഫിക്കേഷൻ കാണിച്ചിട്ട് കോൾ റെക്കോർഡിങ് ഓട്ടോമാറ്റിക് ഇനേബിൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും പ്രസ് ചെയ്യണം. അത് മാത്രമല്ല ഇതിനേക്കാളും വലിയൊരു അനോയിങ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓരോ കോൾ റെക്കോർഡിങ് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴും കോൾ ചെയ്യുന്നതിൻ്റെ അപ്പുറത്തുള്ള വ്യക്തിക്ക് ഒരു നോട്ടിഫിക്കേഷൻ പോകും, ഇതേപോലത്തെ ഒരു നോട്ടിഫിക്കേഷൻ. ഇത് വളരെ അനോയിങ് ആയിട്ട് തോന്നി. തീർച്ചയായിട്ടും റെഡ്മി ഫോൺ പോക്കോ M2 ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഞാൻ ചെയ്തു. അതിൽ പോലും ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡിംഗ് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യയിൽ കോൾ റെക്കോർഡിംഗ് നിരോധിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊന്നുമില്ല. എന്തുകൊണ്ടോ ഇവർ അത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതിൽ ഗൂഗിളിൻ്റെ കോൺടാക്റ്റ് ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ ഡയലിംഗ് ആപ്ലിക്കേഷനൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ഈ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡിംഗ് ഫീച്ചറൊന്നുമില്ല. അതുകൊണ്ടായിരിക്കാം. തീർച്ചയായിട്ടും ഇതൊരു ചെറിയൊരു പോരായ്മയായിട്ട് പറയേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രോസ് അതുപോലെ തന്നെ കോൺസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ. ഇനി അടുത്തായിട്ട് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഇതിൽ രണ്ടും പെടാത്ത കാര്യങ്ങളെക്കുറിച്ച്. ഒന്നാമത്തെ കാര്യം, ഇതിൽ കോളിങ് വളരെ നല്ല രീതിയിൽ എല്ലാ കോളിങ്ങും വർക്ക് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് വോൾട്ടി, ഞാൻ ജിയോ സിം ആണ് ഇട്ടത്, അതുകൊണ്ട് തന്നെ വോൾട്ടി കോളാണ് മെയിനായിട്ട് ചെയ്ത്, പ്രശ്നമില്ല. അതേപോലെ തന്നെ വീഡിയോ കോളിംഗ് ചെയ്ത് നോക്കി ഇഷ്യൂ ഇല്ല. അതേപോലെ തന്നെ വൈഫൈ കോളിങ്ങും ചെയ്ത് നോക്കി ഇഷ്യൂ ഒന്നുമില്ല. വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത നോർമൽ കോളിംഗ് ആണ്. പക്ഷേ നോർമൽ കോളിംഗ് ഈ ഒരു കോളിങ്ങിലൊക്കെ ഇഷ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോർമൽ കോളിങ്ങിൽ ഇഷ്യൂ ഉണ്ടാവില്ല. വളരെ നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. നോയ്സി കണ്ടീഷനിൽ ഈ ഒരു സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഇല്ലാത്തതൊരു ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട് എന്നല്ലാതെ ബാക്കി കോളിങ്ങിലൊന്നും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഡിസ്പ്ലേ കുറിച്ചാണ്. ഡിസ്പ്ലേ നമുക്ക് നോക്കുമ്പോൾ HD+ റെസൊല്യൂഷനിലുള്ള ഡിസ്പ്ലേ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള മറ്റുള്ള ഫോണുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പോക്കോ M2 അതുപോലെ തന്നെ റെഡ്മി 9 പ്രൈം ഇതിലൊക്കെ ഫുൾ HD+ റെസൊല്യൂഷനിലാണ് ഡിസ്പ്ലേ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനത് ഇതിൻ്റെ ഒരു കോണായിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു പോരായ്മയായിട്ട് ഞാനത് ഉൾപ്പെടുത്തുന്നില്ല. കാരണം വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ച് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നോർമലി HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ് കിട്ടുക. അതേ രീതിയിൽ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ റെഡ്മി 9 പ്രൈമും അതുപോലെ തന്നെ പോക്കോ M2 ഇതിനേക്കാളും റെസൊല്യൂഷൻ കൂടിയ രീതിയിൽ ഡിസ്പ്ലേ വരുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു മെച്ചമായിട്ടാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്, ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ ഫുൾ HD അല്ലെങ്കിൽ HD റെസൊല്യൂഷൻ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് HD ആ ഒരു ക്വാളിറ്റിയിലുള്ള വീഡിയോ കാണുമ്പോഴാണ് നമുക്ക് മെയിനായിട്ട് അത് മനസ്സിലാവുക. അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള പിക്ചർ നമുക്ക് കാണിച്ചു തരുമ്പോഴും അങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല ക്വാളിറ്റിയിൽ നമ്മൾ പിക്ചർ കാണുകയാണെങ്കിൽ രണ്ട് ഫോണും ഒരുമിച്ച് വെക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അല്ലാത്ത രീതിയിലൊന്നും നമുക്ക് ഈ ഫോൺ ഒറ്റയ്ക്ക് ഉപയോഗിക്കുമ്പോൾ ഒന്നും നമുക്ക് ആ പിക്സൽസ് കാര്യങ്ങളും കാണുന്ന രീതിയിലൊന്നും അത്രയും മോശമായിട്ടൊന്നുമില്ല. വളരെ നല്ല രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. ഓഫ് കോഴ്സ് നമുക്ക് ഫുൾ HD+ റെസൊല്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി ആയേനെ എന്ന് പറയാം.
അതല്ലാതെ HD+ റെസൊല്യൂഷനേ ഉള്ളൂ, അതുകൊണ്ട് അത് വലിയൊരു പോരായ്മയാണ് എന്ന് അങ്ങനെ ഒരു പറയേണ്ട ഒരു സാഹചര്യം ഇല്ല ഈ ഒരു പ്രൈസ് റേഞ്ചൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ സ്പീക്കർ ക്വാളിറ്റി, അതുപോലെ തന്നെ ഇതിൻ്റെ ഇയർഫോൺ ഔട്ട്പുട്ട്, അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും പോക്കോ M2 ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി വരുന്നുണ്ട്. സ്പീക്കറൊക്കെ അത്യാവശ്യം നല്ല ലൗഡ് തന്നെയാണ്, ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഓവറോൾ നമ്മൾ എല്ലാ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ Instagram ID കൊടുക്കുന്നുണ്ട്, അതിൽ പോയിട്ട് നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിൽ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും അൻസിസ് വ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. Thanks for watching this video.